Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എൻട്രൻസ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if 1 plus 3p by 4, 1 minus 3p by 3, 1 minus 3p by 2 are the probabilities of three mutually exclusive and exhaustive events, then value of p. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻസിൻ്റെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഇവൻറ്റ്സ് നോട്ട് ഒക്കർ അറ്റ് ദ സെയിം ടൈം. എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ആണ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കമ്മിൻ്റെ നടക്കുന്ന ഇവൻ്റ് ആണ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ പോസിബിൾ ഔട്ട്കം. അപ്പോൾ അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റീസ് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുക. ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 plus 3p by 4 plus 1 minus p by 3 plus 1 minus 3p by 2 ഈക്വൽ ടു 1. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ LCM 12 ആണ് വരിക. LCM 12 എടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ p ഈക്വൽ ടു 1/13 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 എന്നുള്ള കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ ഡീവിയേഷൻ ഓഫ് ദ നമ്പേഴ്സ് 3, 10, 10, 4, 7, 10 ആൻഡ് 5 ഫ്രം ദ മീൻ ഈസ്. അതായത് മീൻ ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഡീവിയേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിക്കണം. മീൻ എന്താണ്? സം ഓഫ് ദ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. സം ഓഫ് ദ നമ്പേഴ്സ് എത്രയാണ്? 3 plus 10 plus 10 plus 4 plus 7 plus 10 plus 5 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര ഡാറ്റാസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. അപ്പോൾ ബൈ 70. അപ്പോൾ 49/7 എക്സ് ബാർ മീൻ ഈക്വൽ ടു 7 കിട്ടി. ഇനി മീൻ ഡീവിയേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ ഡി ഐ കാണണം. അതായത് ഓരോ എലമെൻറ്റും മീനിൽ നിന്ന് എത്രത്തോളം വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ഐ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓരോ നമ്പറും ഓരോ ഡാറ്റയാണ് എക്സ് ഐ. അപ്പോൾ ആദ്യത്തത് 3 മീനിൽ നിന്ന് 7ൽ നിന്ന് എത്ര ഡീവിയേഷൻ ഉണ്ട്? 4. ആൻഡ് മോഡുലസ് വാല്യൂ ആണ് 4 പ്ലസ് അടുത്ത ടൈം 10 ആണ്. 10 7ൽ നിന്ന് 3 ആണ്. 10 അഗെയിൻ 7ൽ നിന്ന് 3, 4 7ൽ നിന്ന് 3 ആണ്. 7ൽ നിന്ന് 7 0 ആണ്. 7 - 7 0 ആണ്. ദെൻ 10 അഗെയിൻ 3 വരും. 5 എന്ന് പറയുന്നത് 2. അതെല്ലാം ആഡ് ചെയ്താൽ സിഗ്മ ഡി ഐ കിട്ടും. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ദാറ്റ് ഈസ് 18/7 വിച്ച് ഈസ് ഈക്വൽ ടു 2.57. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇഫ് g of x ഈക്വൽ ടു -√25 - x², then g dash of 1 ഈസ്. അതായത് g of x തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് എക്സിന് 1 കൊടുക്കുമ്പോഴുള്ള വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ g of x നമുക്ക് എടുത്ത് എഴുതാം. ഈ റൂട്ട് ഓഫ് എന്നുള്ളതിന് ഞാൻ -25 - x² all raised to 1/2 എന്ന് എഴുതി. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? x raised to n-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n x raised to n - 1 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ മൈനസ് സൈൻ ഓൾറെഡി ഉണ്ട്. ദെൻ -1/2 x എന്ന് പറഞ്ഞാൽ 25 - x² all raised to n - 1. 1/2 - 1 എന്ന് പറഞ്ഞാൽ -1/2. ദെൻ -x² വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് -2x വരും. ഈ -2ഉം ഇവിടെയുള്ള -2ഉം ക്യാൻസൽ ആയിട്ട് x × 25 - x² all raised to -1/2 ആണ് g dash of x. നമുക്ക് കാണേണ്ടത് g dash of 1 ആണ്. ദാറ്റ് ഈസ് എക്സിനെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു 25 - 1 എന്ന് പറഞ്ഞാൽ 24 all raised to -1/2. ദാറ്റ് ഈസ് 1/√24 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Next question, limit x tends to 0 sin 2x plus sin 5x divided by sin 4x plus sin 6x equal to. ഈ ഇക്വേഷൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആകെ ഒരു ഇക്വേഷൻ ആണ്. ഈ ഫോർമുല അറിഞ്ഞാൽ മതി. ലിമിറ്റ് x tends to 0 sin ax/ax equal to 1 ആണ്. അപ്പോൾ ഇതിലെല്ലാം sin ax ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ഡിവൈഡഡ് ബൈ axും കൂടി വരണം. അതിനായിട്ട് നമ്മൾ ഓരോ ടേമിനും ax കൊണ്ടുവരികയാണ്. എങ്ങനെ വരുന്നു? sin 2x നമ്മൾ 2x കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. 5x മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. 4x മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. 6x മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ദെൻ ഈ ടേമിനെല്ലാം എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ഡിനോമിനേറ്ററിൽ നിന്നും എക്സ് കോമൺ ആണ്, അതും ഔട്ട് സൈഡ് എടുത്തു. ആ എക്സും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെയും എക്സും ക്യാൻസൽ ആയി പോയി. ദെൻ നമ്മൾ ലിമിറ്റ്
ഓരോ ടേമിനും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ 2x പ്ലസ് 5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ 5x ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ 4x പ്ലസ് 6 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 6x ബൈ 6x. ഈ ലിമിറ്റ് വരുന്ന ടേംസ് എല്ലാം 1 ആയി പോകും, കാരണം അതെല്ലാം ഈ ഒരു ഫോർമാറ്റിലാണ്, സൈൻ ax ബൈ ax എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ ബാക്കി ആ കോൺസ്റ്റന്റ് ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 7 ബൈ 10. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Next question, if f of x equal to mx plus 1 when x less than or equal to pi by 2 and sin x plus n when x greater than pi by 2 is continuous at x equal to pi by 2, then അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു പൈ ബൈ ടുവിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും തമ്മിലുള്ള റിലേഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഒരു പോയിന്റിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ഈക്വൽ ടു എടുത്തിട്ട് ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് പൈ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2. കാരണം പൈ ബൈ 2ലാണ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഇത് വരും, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2ലുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വരും. എക്സ് പൈ ബൈ 2 പ്ലസ്സിൽ എക്സ് ഗ്രേറ്റർ ദാൻ പൈ ബൈ 2ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് എൻ വരും. എഫ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷനാണ് അല്ലേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 എന്നുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് എം പൈ ബൈ 2 പ്ലസ് 1. അപ്പോൾ ഇവിടെ സൈൻ എക്സിനെ പൈ ബൈ 2 കൊടുക്കുമ്പോൾ സൈൻ പൈ ബൈ 2 പ്ലസ് എൻ, സൈൻ പൈ ബൈ 2 1 ആണ്, എൻ പ്ലസ് 1 ഈക്വൽ ടു എം പൈ ബൈ 2 പ്ലസ് 1 വരും. 1ഉം 1ഉം ക്യാൻസൽ ആയിപ്പോയി, ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു എം പൈ ബൈ 2 എന്ന് വന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ. താങ്ക് യു. ഇത് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.